റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 35-ാമത്തെ നിയമം നിങ്ങളുടെ സമയത്തെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് ഒരു കാര്യം ചെയ്യേണ്ട ശരിയായ സമയം എപ്പോഴാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ ഒരു കാര്യം വളരെ നേരത്തെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു കാര്യം വളരെ വൈകി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന ആശയം നിങ്ങൾ ഒരു കാര്യത്തിനു വേണ്ടി കാത്തിരിക്കാൻ പഠിക്കുക എന്നതാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു ചക്രത്തെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം ആരംഭിക്കുന്ന സമയം, വളരുന്ന സമയം, നശിക്കുന്ന സമയം, വീണ്ടും ആരംഭിക്കുന്ന സമയം. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഈ ചക്രത്തെ മനസ്സിലാക്കണം. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിന് കാത്തിരിക്കുക. ഒരു കാര്യം ചെയ്യാൻ ശരിയായ സമയം വരെ കാത്തിരിക്കുക. നിങ്ങളുടെ എതിരാളികൾ ഒരു തെറ്റ് ചെയ്യുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ശരിയായ സമയം വരുമ്പോൾ നിങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റുക. നിങ്ങളുടെ തന്ത്രങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുക. നിങ്ങളുടെ എതിരാളികൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ ശരിയായ സമയം മനസ്സിലാക്കുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. റഷ്യയിലെ ഒക്ടോബർ വിപ്ലവം. റഷ്യയിലെ ബോൾഷെവിക് പാർട്ടി വിപ്ലവം നടത്താൻ ശരിയായ സമയത്തിനായി കാത്തിരുന്നു. അവർ ഒന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യൻ സൈന്യം ദുർബലമായപ്പോൾ വിപ്ലവം നടത്തി. ഈ ശരിയായ സമയം ഉപയോഗിച്ച് അവർക്ക് റഷ്യയുടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. സിനിമ ദി ലോർഡ് ഓഫ് ദി റിംഗ്. ഫ്രോഡോ മോതിരം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ശരിയായ സമയത്തിനായി കാത്തിരുന്നു. മോതിരം നശിപ്പിക്കാൻ ശരിയായ സമയം വരുമ്പോൾ അവൻ അത് ചെയ്തു. ഈ ശരിയായ സമയം ഉപയോഗിച്ച് അവന് മോതിരം നശിപ്പിക്കാൻ കഴിഞ്ഞു. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ നാസി ജർമ്മനിയെ നേരിടാൻ ശരിയായ സമയത്തിനായി കാത്തിരുന്നു. നാസി ജർമ്മനി ദുർബലമായപ്പോൾ ചർച്ചിൽ അവരെ ആക്രമിച്ചു. ഈ ശരിയായ സമയം ഉപയോഗിച്ച് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ ഹാരി പോട്ടർ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അവൻ ശരിയായ സമയത്തിനായി കാത്തിരുന്നു. വോൾഡ്മോർട്ടിനെ നേരിടാൻ ശരിയായ സമയം വരുമ്പോൾ ഹാരി അവനെ ആക്രമിച്ചു. ഈ ശരിയായ സമയം ഉപയോഗിച്ച് ഹാരിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം ശരിയായ സമയത്തിനായി കാത്തിരുന്നില്ല. അദ്ദേഹം ശൈത്യകാലത്ത് യുദ്ധം തുടങ്ങി. ഈ തെറ്റായ സമയം കാരണം അദ്ദേഹത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സിനിമ ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിട്ടപ്പോൾ അദ്ദേഹം ശരിയായ സമയത്തിനായി കാത്തിരുന്നു. എതിരാളികൾ ദുർബലമായപ്പോൾ ഡോൺ അവരെ ആക്രമിച്ചു. ഈ ശരിയായ സമയം ഉപയോഗിച്ച് ഡോണിന് വിജയിക്കാൻ കഴിഞ്ഞു. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ശരിയായ സമയത്തിനായി കാത്തിരുന്നു. നന്ദ രാജാവ് ദുർബലനായപ്പോൾ ചാണക്യൻ അവനെ ആക്രമിച്ചു. ഈ ശരിയായ സമയം ഉപയോഗിച്ച് ചാണക്യന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ ബാഹുബലിയിലെ ബാഹുബലി. ബല്ലാലദേവയെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ശരിയായ സമയത്തിനായി കാത്തിരുന്നു. ബല്ലാലദേവ ഒരു സാധാരണക്കാരനെപ്പോലെയാണ് പെരുമാറിയത്, എന്നാൽ ബാഹുബലി അവന്റെ ശക്തി മനസ്സിലാക്കാൻ ശരിയായ സമയത്തിനായി കാത്തിരുന്നു. ചരിത്രം. ലിയോനാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി, എന്നാൽ അദ്ദേഹം തന്റെ കണ്ടുപിടുത്തങ്ങൾ പുറത്തുവിടാൻ ശരിയായ സമയത്തിനായി കാത്തിരുന്നു. ഈ ശരിയായ സമയം ഉപയോഗിച്ച് അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നേടാൻ കഴിഞ്ഞു. സിനിമ മണിച്ചിത്രത്താഴ്. ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ശരിയായ സമയത്തിനായി കാത്തിരുന്നു. ഗംഗയുടെ രോഗം മാറ്റാൻ ശരിയായ സമയം വരുമ്പോൾ ഡോക്ടർ അത് ചെയ്തു. ഈ ശരിയായ സമയം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഗംഗയെ ചികിത്സിക്കാൻ കഴിഞ്ഞു.